കമ്മിറ്റിയുടെ അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ അക്കൗണ്ടിൽ വരുന്ന എല്ലാ ഇടപാടുകളും ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെടേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ സംഖ്യ അതിൽ വന്നതോ അതിൽ നിന്ന് പിൻവലിച്ചു പോയതോ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതുമാത്രമല്ല, അതിൽ അവരവതരിപ്പിച്ച കണക്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 34,4 ലക്ഷം ചെലവായി എന്നാണ്. അതെല്ലാം ചെക്കാണ്. അതിൽ 29,4 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും ഈ 5 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. ആ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പോയ സംഖ്യ ഏരിയ സെക്രട്ടറി പിൻവലിച്ചു പോയിട്ടുണ്ട്. അത് ഒരു വ്യക്തിക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ്. ആ വിഡ്രോവൽ പാർട്ടി അക്കൗണ്ടിൽ കണക്കിൽ വന്നിട്ടില്ല. അപ്പം അതിനാണ് അവർ വിശദീകരണം നൽകേണ്ടത്. ആ നിലയിലൊരു വിശദീകരണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇന്നൊരു പുതിയ കാര്യം കൂടി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ധനരാജ് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ പിൻവലിച്ച് 2 ബ്രാഞ്ചുകളിൽ സ്ഥിര നിക്ഷേപമാക്കി മാറ്റി. 5 ലക്ഷത്തിൻ്റെ 8 നിക്ഷേപം, 8×5 40. അതിൽ 35 ലക്ഷം രൂപ 25 ലക്ഷം രൂപ അതിൻ്റെ കാലാവധിക്ക് ധനരാജ് അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റി. 15 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. ഈ 15 ലക്ഷം രൂപ പിൻവലിച്ചു പോയിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിയുടെ കണക്കിൽ അത് വന്നിട്ടില്ല. ഈ 40 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപയുടെ പലിശ ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് പോയത്. ധനരാജ് അക്കൗണ്ടിൽ നിന്ന് സ്ഥിര നിക്ഷേപമാക്കി മാറ്റുക, ആ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ ഏരിയ സെക്രട്ടറിയുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് മാറ്റുക, ആ നിലയിലുള്ള സമീപനവും ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ബഹുജനങ്ങളുടെ മുമ്പിൽ ഇത്രയും ഡീറ്റെയിലായി കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ ചെലവെഴുതിയിരുന്നു. ചെക്ക് മുഖേനയാണ്. ആ 2 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിലെല്ലാം ധനാപഹരണം നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ നിലപാടുകളെല്ലാം നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്.